ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം. എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം MP ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. ജലമർമരങ്ങൾ. രാത്രിയുടെ അർദ്ധയാമത്തിൽ മുഴുത്ത ചന്ദ്രന്റെ പൂർണ്ണ പ്രതിബിംബം ജലത്തിൽ നിറഞ്ഞു. തണുത്തുറഞ്ഞ വെള്ളത്തിൽ സുരജ നന്നായി മുങ്ങാങ്കുഴിയിട്ടു പൊങ്ങി. പിന്നെ പതിവ് പോലെ നീന്താൻ തുടങ്ങി. നീന്തൽ തുടിയിൽ കുളം ഓളപ്പരപ്പാകും. തുടിയുടെ ശബ്ദം ഇരുട്ടിനെയും നിശബ്ദതയെയും കീറിമുറിച്ച് പ്രതിധ്വനിക്കും. വെള്ളത്തിൽ നിറഞ്ഞു നിന്ന ചന്ദ്രബിംബത്തെ ഛിന്ന ഭിന്നമാക്കി തലങ്ങും വിലങ്ങും നീന്തും. മലർന്നും കമിഴ്ന്നും നീന്തും. ഇടയ്ക്ക് ഒന്ന് മുങ്ങി നിവർന്ന് പിന്നെ കിതപ്പാറ്റാനെന്നോണം മറ്റുള്ളവർക്കൊപ്പം കൽപ്പടവിലിരിക്കും. ഈറനാറാത്ത കോടിമുണ്ട് എല്ലാവരുടെയും ദേഹത്തോടു ചേർന്ന് നിൽക്കും. ആർക്കും ഒട്ടും തണുപ്പേൽക്കുകയില്ല. അല്ലെങ്കിലും ചൂടും തണുപ്പുമൊക്കെ ഒരു തോന്നലു മാത്രമാണിപ്പോൾ. കുളപ്പടവിലെ ഈ ഇരിപ്പിലാണ് പലരുടെയും സ്വപ്നങ്ങളിലേക്ക് കയറിയിറങ്ങുന്നത്. കുറേ കാലം സുരജ ഒറ്റയ്ക്കായിരുന്നു ഈ ജലസവാരി. പിന്നെ പിന്നെ കൂട്ടുനീന്താൻ ആളുകളെത്തി തുടങ്ങി. ജീവിച്ചു കൊതി തീരാതെ ജലത്തിൽ മറഞ്ഞവരുടെ കൂട്ട്. നീന്തി നീന്തി തളരുമ്പോൾ കൽക്കെട്ടിലിരുന്ന് അവർ പരിചയം പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വെറുതെ കൊതിച്ചു. സങ്കടങ്ങളുടെ ഒരേ നൂലിൽ ഇങ്ങനെ പലപ്പോഴായി കോർത്തെടുക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ എവിടെ വെച്ചെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയേനെ എന്ന് നിശ്വാസമുതിർത്തു. നിലാവെരിഞ്ഞു തീർന്ന ഭൂമിയിൽ പകലുദിക്കാറായിട്ടുണ്ടാകുമപ്പോൾ. ജീവിച്ചിരിക്കുന്നവരുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറുന്ന വിദ്യ സുരജ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത്. ഗാഢനിദ്രയിൽ അവളെ കണ്ട് സതീശൻ പിടഞ്ഞെണീറ്റ കഥ പറഞ്ഞ് അവൾ നിർത്താതെ ചിരിച്ചു. അരികിൽ അവൻ്റെ പുതിയ ഭാര്യ നല്ല ഉറക്കത്തിലായിരുന്നു. പണ്ട് താൻ കിടന്ന അതേ കട്ടിലിൽ. പാവം തോന്നി. ധാരാളം പൊന്നും പണവും കൊണ്ട് വന്നതുകൊണ്ട് തൽക്കാലം കുറേ കാലം സമാധാനമായി കഴിയാം. ഉറങ്ങിക്കോളൂ, ഉണർത്തില്ല. ഉറങ്ങിക്കിടക്കുന്ന സതീശൻ്റെ പുതിയ ഭാര്യയെ ഉണർത്താതെ അന്ന് മടങ്ങി. പക്ഷേ ആളിക്കത്തുന്ന ദേഹത്തോടെ അടുക്കള കിണറിൻ്റെ ആഴത്തിലേക്ക് എടുത്തു ചാടിയപ്പോൾ പിടഞ്ഞ ആ പിടച്ചിലോർക്കുന്ന രാത്രികളിലെല്ലാം സുരജ സതീശൻ്റെ ഉറക്കത്തിലേക്ക് ആഞ്ഞു നീന്തും. വെള്ളത്തിൽ നിന്നുയർന്ന് തീപിടിച്ച മുഖവുമായി അവളവൻ്റെ മുഖത്തിനൊപ്പം നിൽക്കും. ഒപ്പത്തിനൊപ്പം കത്തുന്ന കണ്ണിൽ നിന്നും ഉരുകുന്ന ചൂടിൽ വെന്ത് സതീശനുണരും. ഒരൊറ്റ കാഴ്ചയിൽ തന്നെ അവൻ്റെ ഉമിനീര് വറ്റും. നീന്തി നീന്തി കയറുന്ന ഈ വിദ്യ കേട്ടപ്പോൾ ശില്പയ്ക്ക് കൊതിയായി. ശില്പ അവിടെ എത്തിയിട്ട് അധിക നാളായിട്ടില്ല. എല്ലാവരെയും പരിചയപ്പെടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സുരജ പറഞ്ഞ പോലെ നീന്തിയാൽ അച്ഛനെയും അമ്മയെയും കാണാൻ പറ്റുമോ? അച്ഛൻ്റെ മുഖം ഇപ്പോഴും മുന്നിലുണ്ട്. അന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ടെസ്റ്റ് 1ാം റൗണ്ടിൽ പാസ്സായതിൻ്റെ അഹങ്കാരം ശില്പയ്ക്കുണ്ടായിരുന്നു. അതുണ്ടാവാതിരിക്കില്ലല്ലോ. 18 തികയാൻ കാത്തിരിപ്പായിരുന്നു. എന്നിട്ട് വേണം സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് സ്വന്തമാക്കാൻ. അച്ഛൻ്റെ ഓഫ് വൈറ്റ് സ്വിഫ്റ്റ് കാറിലെ മുൻസീറ്റിൽ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് കയറിയിരിക്കാൻ. 18ാം പിറന്നാളിൻ്റെ കേക്ക് മുറിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ട് മതിയെന്ന് വാശി പിടിച്ചത് ശില്പ തന്നെയാണ്. അങ്ങനെ പിറന്നാളാഘോഷം മാറ്റിവെച്ചിരുന്നു. പുഷ്പം പോലല്ലേ എൻ്റെ മോൾ ടെസ്റ്റ് പാസ്സായത്? നിന്നെപ്പോലല്ല അവൾ. പിറന്നാൾ അടിപൊളിയാക്കാം. കേക്ക് നീ ഓർഡർ ചെയ്യൂലേ? എല്ലാവരെയും വിളിച്ചോളൂ. ഞങ്ങൾ വൈകുന്നേരം എത്തും. എല്ലാം റെഡിയാക്കി വെച്ചോ. ടെസ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ അച്ഛൻ ആവേശത്തിലാണ് അമ്മയെ വിളിച്ചത്. ടെസ്റ്റ് ഗ്രൗണ്ടിനരികിലെ മരത്തണലിൽ കാത്തുകിടന്ന സ്വിഫ്റ്റിനെ ശില്പ ചെറുതായി തലോടി കണ്ണിറുക്കി. തിരിച്ച് ഞാൻ ഓടിക്കും. ഞാനിപ്പോൾ ലൈസൻസ് ഹോൾഡറാ. വേണ്ട മോളെ, നല്ല തിരക്കുണ്ട്. നാട്ടിലെത്താറാകുമ്പോൾ മോൾ ഓടിച്ചോ. അച്ഛൻ വിലക്കി. ശില്പ മുഖം വീർപ്പിച്ചു. പിണങ്ങി, മിണ്ടാതെയായി. ഒടുവിൽ അച്ഛൻ കീഴടങ്ങി. ഉള്ളിലൂറിയ സന്തോഷം പക്ഷേ ഏറെ നേരം നീണ്ടു നിന്നില്ല. പിറന്നാളിന് ഒരുക്കിവെച്ച കേക്ക് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞത് അമ്മയായിരുന്നു. മഞ്ഞുപോലുള്ള കേക്കിൽ നീലമുത്തുകൾ കൊണ്ടെഴുതിയ ഹാപ്പി ബർത്ത്ഡേ പൊട്ടിച്ചിതറി. അധികം താമസിയാതെ അതിനു മുകളിലേക്ക് അനേകമനേകം കാലുകൾ തിരക്കുകൂട്ടി വരികയും ചവിട്ടിക്കുഴഞ്ഞ കേക്കിനരികിലെ ശില്പ എന്ന സ്റ്റിക്കറിന് മുകളിലൂടെ അവളുടെ കോടി പുതച്ച ശരീരം കടന്നു പോവുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് ശില്പയ്ക്ക് ഇപ്പോഴും അത്ര വ്യക്തമല്ല. പുഴയോരത്തുകൂടിയുള്ള യാത്ര നല്ല രസമായിരുന്നു. അപ്പുറം ഒരു തുരുത്തുണ്ട്. നല്ല പച്ചപ്പ്. കുഞ്ഞു ജങ്കാറിൽ വാഹനങ്ങൾ അപ്പുറത്തെത്തിച്ച് വൈകുന്നേരങ്ങളിൽ ആള് നിറയുന്ന ഒരിടം. അമ്മയ്ക്കിഷ്ടമാവും അവിടെ. നമുക്കൊരു ദിവസം വരണം അച്ഛാ. ജങ്കാറിലെ കാറിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് എനിക്ക് ഈ പുഴ കാണണം.
എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. വളവ് തിരിഞ്ഞു പാഞ്ഞു വന്ന ലോറിക്ക് ഒരു രാക്ഷസന്റെ രൂപമായിരുന്നു. തെന്നിത്തെറിച്ച് വെള്ളത്തിലാഴുകയായിരുന്നു അച്ഛനും മോളും സ്വിഫ്റ്റും എല്ലാം. ശില്പ മാത്രം കുത്തൊഴുക്കിൽപ്പെട്ടു. മോളെ, അച്ഛൻ്റെ സ്വരം. കണ്ണിലും കാതിലും വായിലുമെല്ലാം ജലം നിറഞ്ഞു. ശ്വാസം നിലച്ച ഒരു പിടച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ ഒഴുകാൻ തുടങ്ങി. ഇപ്പോഴും തുടരുന്ന ജലയാനം. ആഴത്തിലിറങ്ങി ചെവിയോർത്താൽ ഇപ്പോഴും കേൾക്കാം. ഓളങ്ങൾക്കപ്പുറത്ത് നിന്ന് നിലയ്ക്കാതെ അച്ഛൻ്റെ സ്വരം. മോളെ, എത്ര നാളായി അച്ഛനെയും അമ്മയെയും കണ്ടിട്ട്. സുരജ പറഞ്ഞ പോലെ നീന്തി നീന്തി പോകാൻ പഠിക്കണം. അവരുറങ്ങുമ്പോൾ പഴയ പോലെ പുതപ്പിനുള്ളിൽ അവർക്ക് നടുവിലേക്ക് നുഴഞ്ഞു കയറണം. സുരജയുടെ സതീഷേട്ടനെ പോലെ പേടിക്കുമോ അവരെന്നെ കാണുമ്പോൾ? ഏയ്, അമ്മ എന്നെ കെട്ടിപ്പിടിക്കും, പിന്നെ കരയും. അച്ഛനോ? എനിക്കറിയില്ല അച്ഛൻ എന്താ ചെയ്യുക എന്ന്. എന്തായാലും കരയില്ല. അപ്പോൾ ഈ സങ്കടമെല്ലാം അച്ഛൻ എന്താ ചെയ്യുക? ശില്പ കണ്ണീരില്ലാതെ കരഞ്ഞപ്പോൾ സുരജ ചേർത്ത് നിർത്തി. പുതിയ അതിഥി എത്തിയിട്ടുണ്ട്. കണ്ടിട്ട് ശില്പയുടെ പ്രായം തോന്നും. ആകെ പേടിച്ച് അമ്പരന്നിരിപ്പാണ്. സുരജ തുടക്കമിട്ടു. എന്താ പേര്? തന്മയ. തന്മയയുടെ വീടെവിടെയാ? ദൂരെ നഗരത്തിൽ. അവിടെ നിന്നാണോ ഇപ്പോൾ വരുന്നത്? അല്ല. തന്മയ വിതുമ്പാൻ തുടങ്ങി. ശില്പ അവൾക്ക് ചേർന്നിരുന്നു. അതിരാൻകുന്നിൽ നിന്ന്. അതങ്ങ് കിഴക്കല്ലേ? അവിടെ എങ്ങനെ എത്തി? തന്മയുടെ കണ്ണിലെ പേടി മാഞ്ഞു. വെളിച്ചം നിറഞ്ഞു. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിരാൻകുന്ന് കാണണമെന്ന് നേരത്തെ ഞങ്ങൾ ഉറപ്പിച്ചതാ. വെക്കേഷന് ഞങ്ങൾ ഒത്തുകൂടി. കോച്ചിങ് സെൻറ്ററിലെ കൂട്ടുകാരാണ്. എബിയുടെ നാടാണ് അതിരാൻകുന്ന്. അവൻ പറഞ്ഞ് അവിടുത്തെ കാടും മഴയും പുഴയും ഞങ്ങൾക്ക് ഹരമായി. പരീക്ഷകളെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും വീട്ടുകാർ സമ്മതിച്ചു ഒരു ട്രിപ്പിന്. അങ്ങനെ വലിയ ട്രിപ്പൊന്നുമല്ല, പക്ഷെ എന്ത് രസമായിരുന്നു ആ യാത്ര. KSRTC ബസ്സിലെല്ലാവരും ഞങ്ങൾക്ക് കമ്പനിയായി. എന്നും രാവിലെ ടൗണിൽ നിന്ന് പോയി വൈകിട്ട് മടങ്ങുന്ന ഒരു ബസ്സാണത്. ആ ബസ്സിലെല്ലാവരും പരസ്പരം അറിയുന്നവരായിരിക്കും. ബസ് അതിരാൻകുന്ന് എത്തുമ്പോഴേക്കും ഞങ്ങളെല്ലാം പരിചയപ്പെട്ടു. എബിയുടെ വീട്ടുകാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരുന്നു അവരെല്ലാം. 2 ദിവസം ഞങ്ങൾ അവിടെ കഴിഞ്ഞു. അതിരാൻകുന്ന് മുഴുവൻ ഞങ്ങൾക്കറങ്ങി. ആ നാട്ടുകാരും ഒരു സ്വപ്നം പോലെ തോന്നി. ടൗണിലെ പോലല്ല അവിടെ. ആരുമില്ല അവിടെ പരസ്പരം അറിയാത്തവർ. 2ാം നാൾ വൈകിട്ടത്തെ ബസ്സിൽ തിരികെ മടങ്ങാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ നാട്ടുകാരും എബിയുടെ അമ്മയും അച്ഛനുമെല്ലാം നിർബന്ധിച്ച് യാത്ര പിറ്റേ ദിവസത്തേക്ക് മാറ്റി. ഒരു ദിവസം കൂടി ഞങ്ങളെ കിട്ടിയപ്പോൾ എബിയുടെ അനിയത്തിക്കുട്ടി തുള്ളിച്ചാടുകയായിരുന്നു. 3 വയസ്സുകാരിയാണ് ഋതു. രാത്രി ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവളാണ് കൂടുതൽ സംസാരിച്ചത്. യാത്ര മാറ്റിവെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് നമുക്കെല്ലാവർക്കും കൂടി ഒരു ദിവസം അവിടെ പോകണമെന്നായിരുന്നു. എന്നിട്ട് രാത്രി 1 മണിയായി കാണും. എബിയുടെ വീട്ടിലെ ടെറസിലും തൊട്ടപ്പുറത്തെ ടെറസിലുമായി ഞങ്ങളെല്ലാം സംസാരിച്ചിരിക്കുകയായിരുന്നു. പകൽ മുഴുവനും നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. നിലാവൊട്ടുമില്ലാതെ രാത്രി ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് ഇത്ര ഭംഗിയുണ്ടല്ലോ എന്നോർത്തിരിക്കുമ്പോഴാണ് ഒരു വലിയ ശബ്ദം കേട്ടത്. ആനയാണോ എബി എന്ന് ആരോ ചോദിച്ചു. ഭൂമി തരിച്ചു നിൽക്കുന്നത് പോലെ ഒരവസ്ഥയായാണ് എനിക്ക് തോന്നിയത്. ഏയ് അല്ല, ഞാൻ നോക്കട്ടെ, നിങ്ങളെവിടെ ഇരി എന്ന് പറഞ്ഞ് എബി ഓടിയിറങ്ങി. തൊട്ടടുത്ത അവൻ്റെ കസിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ നിൽക്കുന്നത് കണ്ടതാണ്. പിന്നെ എന്തെല്ലാമാണ് നടന്നത്? തന്മയുടെ ചുണ്ടുകൾ വിറച്ചു. മലയ്ക്ക് മുകളിൽ നിന്ന് വലിയ കറുത്ത ഒരാനയെപ്പോലെ മലവെള്ളം 2 വീടിനുമിടയിലൂടെ എബിയെയും കൊണ്ട് പാഞ്ഞുപോയി. അലറിക്കരച്ചിലുകൾക്കൊപ്പം എല്ലാ വീടുകളും ഉണർന്നു. മഴ പെയ്യുന്നതുപോലെ പാറക്കല്ലുകൾ പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. എബി പോയ വഴിയെ കരഞ്ഞുകൊണ്ടിറങ്ങിയ അച്ഛനെയും അമ്മയെയും ഞങ്ങളെല്ലാവരെയും അകത്താക്കി ആരോ വാതിലടച്ചു. വെടി പൊട്ടുന്ന പോലെ ഇടിയും മിന്നലും തുടങ്ങി. എബിയെന്ന് വിളിച്ചു ജനലു തുറന്ന അമ്മയുടെ വിരലുകൾ വെള്ളത്തിൽ തൊട്ടു. വെള്ളം ഇരച്ചു കയറി വരികയായിരുന്നു. അതുവരെ കണ്ട അതിരാൻകുന്ന് അപ്പോഴേക്കും അപ്രത്യക്ഷമായി. പേടിച്ചു കരയുന്ന ഋതുവിനെ തോളത്തിട്ട് അച്ഛൻ അടുക്കള വശത്തുള്ള വാതിൽ തുറക്കാനൊരുങ്ങി. എബിയുടെ അമ്മയും ഞങ്ങളും അച്ഛൻ്റെ പിറകെ നിന്നു. എല്ലാവരും ചേർത്ത് പിടിച്ചു നിൽക്കും മക്കളെ എന്ന് എബിയുടെ അമ്മ പറഞ്ഞതിനു പിന്നാലെ എന്തോ ഒരിളക്കം. വെള്ളത്തിൽ വഞ്ചിയിൽ പോകുമ്പോൾ ആടിയുലയുന്ന പോലെ. പതിയെ ആ വീട് അല്പമൊന്ന് ചെരിഞ്ഞ് മണ്ണിലേക്ക് അമർന്നു. കുറേനേരം ഞങ്ങളെല്ലാം ഒഴുകുകയായിരുന്നു. വീടും മരങ്ങളും ഞങ്ങളും എല്ലാം ഒഴുകി. അവിടെ തട്ടി ഇവിടെ തട്ടി ഒന്നിലും പെടുകിട്ടാതെ പരസ്പരം വിളിച്ചു കരഞ്ഞ്. അത് കുറച്ചു നേരത്തേക്ക് മാത്രമായിരുന്നു. പിന്നെ കൂടുതൽ ശക്തിയോടെ വെള്ളത്തിൻ്റെ അടുത്ത വരവായിരുന്നു. അതിരാൻകുന്ന് അടക്കി പറിച്ചുകൊണ്ട്. ഋതു എവിടെയെന്നു പോലും കണ്ടില്ല. ഒന്നും കേട്ടുമില്ല. വെള്ളത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ശബ്ദം മാത്രം. വെള്ളത്തിൻ്റെ ശക്തി എന്താണെന്നറിയാമോ? ഒരു വിരൽ വെച്ചാൽ അത് മുറിഞ്ഞു പോകും. മലഞ്ചെരിവുകളിലൂടെ പാറക്കെട്ടുകളിൽ തട്ടി മിന്നായം പോലെ ഞങ്ങളെല്ലാം പലയിടത്തായി. അതിരാൻകുന്ന് പിടച്ചു തുള്ളുകയാണ്. കൈയറ്റും കാലറ്റും പലരും തെന്നി പോകുന്നുണ്ടായിരുന്നു. കരയാൻ മറന്നുപോയിരുന്നു.
അല്പനിമിഷം മുമ്പ് വരെ സ്നേഹിച്ചു കൂടെ നിന്നയാൾ കൊല്ലാൻ കത്തിയെടുത്ത് മുന്നിൽ നിൽക്കുന്നതുപോലെ തന്മയെ കിതച്ചു. വീട്ടിൽ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടാകുമോ? രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം എത്തുമെന്ന് കാത്തിരിപ്പാണോ? അതോ എല്ലാം അറിഞ്ഞ് കരഞ്ഞിരിക്കുകയാണോ? തന്മയെ വിറച്ചു. കൂടെയുള്ളവരെല്ലാം? സുരജ പെട്ടെന്ന് ചോദിച്ചു. ആരും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അതാണ് അപ്പുറത്ത് ഉള്ളനക്കങ്ങൾ കേൾക്കുന്നത്. ഇന്നിനി നമുക്ക് ഉറങ്ങാനാവില്ല. വരും ഇനിയും അതിഥികൾ. സുരജ പിറുപിറുത്തു. ജലം കൊണ്ട് മുറിഞ്ഞതിൻ്റെ നോവ് പകുക്കാൻ അവരെല്ലാം ഉണർന്നു തന്നെയിരുന്നു. ഭൂമിയിലപ്പോൾ നേരം പുലരാറായി. ജലമർമരങ്ങൾ MP ബീന എഴുതി അവതരിപ്പിച്ച കഥയെ തുടർന്ന് വിജു വി രാഘവ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത പൊതിയൽ. മരിച്ചുപോയ ഒരാളുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്ത് നമ്മൾ അവരെ ഓർമ്മിച്ചെടുക്കും. മരിച്ചുപോയ ഒരാളുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്ത് നമ്മൾ അവരെ ഓർമ്മിച്ചെടുക്കും. സഞ്ചയനത്തിനും 41-ാം നാൾ ശ്രാദ്ധത്തിനും അങ്ങനെ സഞ്ചയനത്തിനും 41-ാം നാളിലും ശ്രാദ്ധത്തിനും അങ്ങനെ. പക്ഷേ ആ ഓർമ്മ പുതുക്കൽ അത്ര വരെ കാണൂ. സഞ്ചയനത്തിൻ്റെ പിറ്റേന്ന് പേരക്കുട്ടിയുടെ മൂത്രം തുടച്ചെറിയും വരെ. 41 കഴിഞ്ഞ് പിറ്റേന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് മധുരം പൊതിയും വരെ. 41 കഴിഞ്ഞ് പിറ്റേന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് മധുരം പൊതിയും വരെ. ശ്രാദ്ധം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് വാങ്ങിയ മീൻ പൊതിഞ്ഞ കടലാസാകും വരെ. പിന്നെ മരിച്ചുപോയവരെ നമ്മൾ പൊതിഞ്ഞു കെട്ടും ഓർമ്മകളുടെ അറകളിൽ ഭദ്രമായി. ഉപ്പിലിട്ടത്. പുഴകളെ ഉപ്പിലിട്ട ഭരണിയാണ് കടൽ. കടലിനെ ഉണക്കി സൂക്ഷിച്ചു വെച്ച ഉറിയാണ് ആകാശം. കാറ്റൊന്നു തൊട്ടാലത് മഴയാവും. വീണ്ടും അതേ പുഴയും. ഉപ്പിലിട്ട് വെച്ച പൂവാണ് വിത്ത്. വിത്തിനെ ഉണക്കി സൂക്ഷിച്ചു വെച്ച ഉറിയാണ് പൂവും കായും. കാറ്റൊന്നു തൊട്ടാൽ മഴയൊന്നു തൊട്ടാൽ വീണ്ടും അതേ പൂവാകും. മനുഷ്യനെ കൊത്തിനുറുക്കി ഉപ്പിലിടുമ്പോൾ പുരട്ടുന്ന വിലയുള്ള ചേരുവയാണ് മതം. എടുത്തടക്കം പൊതിയുമ്പോൾ പുതപ്പിക്കുന്ന ബ്ലാങ്കറ്റാണ് രക്തസാക്ഷിത്വം. ഏതു കാറ്റിൻ്റെ തലോടലിൽ നാം വീണ്ടും മനുഷ്യനാവുമെന്ന് ആർക്കറിയാം. വീട്ടിൽ നിന്നിറങ്ങിയ 2 പേർ. തൊണ്ടയിൽ നീലിച്ചുപോയ വിശപ്പിൻ്റെ കുത്തനെയുള്ള ഇറക്കത്തിലാണ് മധു കുടുങ്ങിപ്പോയത്. ആരൊക്കെയോ ചേർന്ന് കെട്ടിയിട്ടതും മധുവിനത് മരണമായതും അങ്ങനെയാണ്. ഊർന്നിറങ്ങി വന്ന് കൈതൊടുമെന്ന് നനച്ച നീതി വഴുതി ഹാജർ രേഖപ്പെടുത്താതെ സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. കവിതയിലും കഥയിലും ഉയർപ്പില്ലാതെ മലപ്പള്ളയിൽ പകച്ചു നിൽപ്പുണ്ടാവും ഇപ്പോഴും മധു വീട്ടിലെത്താതെ. ട്രക്കിങ്ങിൻ്റെ ട്രപ്പീസുകളിൽ മലയിടുക്കിൽ കുടുങ്ങിപ്പോയ അതിസാഹസമാണ് ബാബു. ആരൊക്കെയോ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തുവച്ച ജീവൻ ഊർന്നിറങ്ങി വന്ന് കൈതൊട്ട് ഉയർതൊട്ട് വലിഞ്ഞ് ജീവിതത്തിലേക്ക് എളുപ്പം കയറിപ്പോകുന്നുണ്ട് ബാബു. കവിതയിലും കഥയിലും ആഘോഷമായി അതിമാനുഷനായി വീട്ടിലെത്തിയ വാർത്ത അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട്.
വീട്ടിലെത്തിയ വാർത്ത അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് മലപ്പള്ളയിൽ അപ്പോഴും മധു പകച്ചു നിൽപ്പുണ്ടാവും. ഗതികിട്ടാ പ്രേതമായി മരിച്ചുപോയിട്ടും കണ്ണടയാതെ, ആരാലും അപ്ഡേറ്റ് ചെയ്യപ്പെടാനില്ലാതെ. മലപ്പള്ളയിൽ എപ്പോഴും മധു പകച്ചു നിൽപ്പുണ്ടാവും. പണം പയറ്റ്. പെങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഉറപ്പിച്ചതിൽ പിന്നെയാണ് അച്ഛൻ പയറ്റുകത്തടിപ്പിച്ചത്. പെങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഉറപ്പിച്ചതിൽ പിന്നെയാണ് അച്ഛൻ പയറ്റുകത്തടിപ്പിച്ചത്. അച്ഛൻ്റെ ആദ്യത്തെ പയറ്റ് ഞാൻ 5ൽ പഠിക്കുമ്പോഴായിരുന്നു. ആ കൊല്ലത്തെ പുളിക്കൂൽ തിറ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് 2 ദിവസത്തെ ഉത്സവമായിരുന്നു ഞങ്ങൾക്ക്. അച്ഛൻ്റെ ആദ്യത്തെ പയറ്റ് ഞാൻ 5ൽ പഠിക്കുമ്പോഴായിരുന്നു. ആ കൊല്ലത്തെ പുളിക്കൂൽ തിറ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് 2 ദിവസത്തെ ഉത്സവമായിരുന്നു ഞങ്ങൾക്ക്. പിന്നത്തെ പയറ്റ് ആടുന്നും 2 കൊല്ലം കഴിഞ്ഞാണ്. ചന്തുമൂപ്പരോട് 10 സെൻറ്റ് നിലം വാങ്ങിയതിൻ്റെ പിറ്റേന്നത്തെ ആഴ്ച. അങ്ങനെ ഓരോ 2 കൊല്ലം കൂടുമ്പോഴും പയറ്റ് തുടർന്നുകൊണ്ടിരുന്നു. ഈന്തോലപ്പട്ട കൊണ്ട് അലങ്കരിച്ച ആലുക്കേൻ്റെ പീഡിയക്കോലായിലെ തൂൺ കാണുമ്പോഴേ അറിയാം ഇന്ന് പയറ്റുണ്ടെന്ന്. ഈന്തോലപ്പട്ട കൊണ്ട് അലങ്കരിച്ച ആലുക്കാൻ്റെ പീഡിയക്കോലായിലെ തൂൺ കാണുമ്പോഴേ അറിയാം ഇന്ന് പയറ്റുണ്ടെന്ന്. AM സൗണ്ട്സിൻ്റെ പാട്ടും വെച്ചാൽ കുറുക്കല്യാണായി. ആലുക്കാൻ്റെ പീടിക വലായുധേട്ടൻ്റെ ചായക്കട പയറ്റുകാലം പയറ്റുപീടികയായി മാറും. കരിങ്കുറ്റിയാവാതിരിക്കാൻ അച്ഛൻ കൊങ്ങന്നൂരേക്കും വേളൂരേക്കും കണ്ണങ്കരയിലേക്കും സൈക്കിളിൽ പറക്കും. മസാലപ്പീടിയക്കാരൻ മുഹമ്മദ് ഖാൻ്റെ പയറ്റ്, തേങ്ങാപുളിക്കാരൻ ബാലനാര പയറ്റ്, കൊയ്യക്കാരൻ രാമേട്ടൻ്റെ പയറ്റ്, കണ്ടം കൊത്തുന്ന കുമാരേട്ടൻ്റെ പയറ്റ്. പയറ്റിനുണ്ടോ ജാതി മതം ലേ എന്ത് രസമായിരുന്നു. പയറ്റിനുണ്ടോ ജാതി മതം ലേ എന്ത് രസമായിരുന്നു. നാരങ്ങാവെള്ളം 6 നമ്പർ ചായ എന്ത് രുചിയായിരുന്നു ലേ. പെങ്ങളെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ അച്ഛൻ്റെ സൈക്കിൾ 4 പാടും പറക്കൽ തന്നെയായിരുന്നു. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിന്നെ അച്ഛൻ്റെ സൈക്കിൾ 4 പാടും പറക്കൽ തന്നെയായിരുന്നു. അക്കൊല്ലം അവസാനമാണെന്ന് തോന്നുന്നു. മുറ്റത്ത് ഒരു അണ്ണാച്ചി വന്നു. പിന്നെ എല്ലാ മുറ്റത്തും അണ്ണാച്ചികൾ വന്നുപോയി. അണ്ണാച്ചികളുമായ ഇടപാടിൽ നാട്ടിൽ കരിങ്കുറ്റിക്കാർ പെരുകി. അണ്ണാച്ചികളുടെ കാർഡെടുത്തവരുടെ പുരപ്പണി നിന്നു. കല്യാണം വൈകി, പഠിപ്പ് മുടങ്ങി. പിന്നെ ഓലപ്പായിപ്പിക്കാൻ അയൽക്കൂട്ടങ്ങൾ വന്നു, സംഘങ്ങൾ വന്നു. നിധി കൂടി വരിസംഖ്യ അടച്ചു. ലോണെടുത്ത് വരിസംഖ്യ മുടക്കി. ചോദ്യമായി, പറച്ചിലായി, ബും, അതും കഴിഞ്ഞു. പക്ഷേ ആ പയറ്റുകാലത്തിൻ്റെ നന്മയിൽ നഞ്ചു കലർത്തിയവർ നാം തന്നെയല്ലേ. വേനലവധിക്ക് സ്കൂൾ അടച്ചതിൽ പിന്നെ ഒരേ ഇരിപ്പാണ് രാധേച്ചി. വെക്കാനും വിളമ്പാനും ഒന്നിനും ഉത്സാഹമില്ലാതെ. സെൻറ് ഓഫിൻ്റെ അന്ന് 5ാം ക്ലാസ്സിലെ കുട്ടിയോൾ കെട്ടിപ്പിടിച്ചു കൊടുത്ത ഉമ്മയെ ഇടയ്ക്കിടെ തടവി നോക്കി ഒരേ ഇരിപ്പാണ് രാധേച്ചി. സെക്കൻഡ് പീരീഡിന് ബെല്ലടിക്കുമ്പോഴേക്കും കുട്ടികൾക്കെല്ലാം കഞ്ഞിവെള്ളം പാർന്ന് കാത്തിരിപ്പുണ്ടാവും രാധേച്ചി. അത് ചിലപ്പോൾ മാഷന്മാർക്കും ടീച്ചർമാർക്കും കൂടി കുടിപ്പിച്ചാലേ രാധേച്ചിക്ക് നിറയൂ. ഇങ്ങനെ ഓർമ്മകളുടെ അടുപ്പിലൂതിയൂതി ഒരേ ഇരിപ്പാണ് രാധേച്ചി. കൊല്ലപ്പരീക്ഷൻ്റെ അവസാന ദിവസം 4ാം ക്ലാസ്സിലെ ടീച്ചർ ഊരിക്കൊടുത്ത വളകൊണ്ട് സമൃദ്ധമായ സദ്യയും കഴിച്ച് നിറകണ്ണാൽ തിരിഞ്ഞും നോക്കി അകന്നുപോയ കുട്ടികളുടെ ചിത്രം നനച്ചങ്ങനെ ഒരേ ഇരിപ്പാണ് രാധേച്ചി. കഞ്ഞിപ്പുരയിൽ അവസാന ചെമ്പും കഴുകി ഒതുക്കി വെക്കുമ്പോഴായിരിക്കും മാഷന്മാരെല്ലാവരും കാണാൻ വരിക. ടീച്ചർമാരോടൊന്നും പറയാതെ മാഷന്മാർ മാത്രം ഷെയറിട്ടെടുത്ത സ്നേഹം കരിപിടിച്ച കയ്യാൽ വാങ്ങിക്കും രാധേച്ചി. അപ്പോഴും വേനലവധി കഴിയാൻ ഇനിയും 10-60 ദിവസമുണ്ടല്ലോ എന്ന് ആദ്യ പിടിച്ച് ഒരേ ഇരിപ്പാവും രാധേച്ചി. അപ്പോഴും വേനലവധി കഴിയാൻ ഇനിയും 10-60 ദിവസമുണ്ടല്ലോ എന്ന് ആദ്യ പിടിച്ച് ഒരേ ഇരിപ്പാവും രാധേച്ചി. വിജു വി രാഘവിന്റെ കവിതകളാണ് ഇതുവരെ കേട്ടത്. ഇനി ജാബിർ മലയിൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ അപരിചിതൻ. ഒടുവിൽ പൗർണമിയെ കാണാൻ തീരുമാനിച്ചു. ഒത്തിരി നാളായി അവൾ വിളിക്കുന്നു. പുതിയ വീട്ടിലേക്ക് വരാം എന്ന 2 അക്ഷരം കൊണ്ട് രക്ഷപ്പെടുകയാണ് പലപ്പോഴും ചെയ്യാറ്. അവസാനമായി കണ്ടത് അമ്മ മരിച്ച അന്നാണ്. നിലവിളക്കിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ സാമ്പ്രാണിത്തിരികളുടെ സുഗന്ധധൂളികൾ അവളുടെ മുടിയിഴകളിൽ വെളുത്ത പാമ്പിൻ കുഞ്ഞുങ്ങളെപ്പോലെ ഇഴഞ്ഞു പുളഞ്ഞ്
തുറന്നുവെച്ച തെക്കേ കിളിവാതിലിലേക്ക് പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തല താഴ്ത്തി കണ്ണിലെ ചുടുതുള്ളികൾ കാവിയിട്ട നിലത്ത് പൊട്ടിച്ചിതറുന്നത് നോക്കിയിരിക്കവേ തണുത്ത കൈകളോട് ചേർന്നപ്പോൾ തല ഉയർത്തി. പൗർണമിയായിരുന്നു. കരഞ്ഞു വീർത്ത കണ്ണുകൾ, നെറ്റിയിലെ വരക്കുറി വിയർപ്പിൽ അലിഞ്ഞില്ലാതാവുന്നു. വിതുമ്പാൻ വന്ന ചുണ്ടുകൾ കടിച്ചുപിടിച്ച് ഒന്നുമുരിയാടാതെ പരസ്പരം നോക്കി നിന്നു. താഴെ വെള്ള പുതച്ച് കിടക്കുന്ന അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. തമാശ പറയുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന അതേ പുഞ്ചിരി അവസാനമായി അമ്മയെ കണ്ട നാൾ ഓർമ്മയിൽ വിരിഞ്ഞു. കഴിഞ്ഞ അത്തത്തിന്, ഓണത്തിന് വരാൻ പറ്റില്ലെന്ന് അമ്മയോട് മുമ്പേ പറഞ്ഞിരുന്നു. ഇത്തവണയെങ്കിലും ഒന്ന് വന്നിട്ട് പോ മോനെ. അമ്മ ഈടെ ഒറ്റയ്ക്കല്ലേ? കഴിഞ്ഞില്ല. ജോലി തിരക്കുകൾ തന്നെ. ചരൽക്കല്ലുകൾ നിറഞ്ഞ മുറ്റത്തെ കൊച്ചുപൂക്കളം മുന്നിൽ തെളിഞ്ഞു. തുമ്പയും തുളസിയും തെച്ചിപ്പൂക്കളും ചിങ്ങക്കാറ്റിൽ തെറ്റിത്തെറിച്ച് ഒരു ഓർമ്മത്തെറ്റുപോലെ കിടന്നു. ഊഞ്ഞാൽ പാട്ടുകളുടെ ഈണങ്ങളില്ലാതെ മൂവാണ്ടന്മാവ് മൗനത്തിൻ്റെ വൽമീകത്തിലൊളിച്ചിരിക്കും. വരില്ലെന്നറിഞ്ഞിട്ടും അമ്മ കാത്തിരുന്നു. അമ്മയ്ക്ക് അങ്ങനെയാവാതെ പറ്റില്ലല്ലോ. വീടിൻ്റെ തുരുമ്പ് പിടിച്ച ഗേറ്റിനപ്പുറം ഒരു ഓട്ടോയുടെ കിതപ്പ്, കരിയിലകളുടെ മർമ്മരം, ചരൽക്കല്ലുകളുടെ കരച്ചിൽ. ഇല്ല, ഒന്നുമുണ്ടായില്ല. തിരിച്ചു കൊടുക്കാനാവാത്ത സ്നേഹത്തിൻ്റെ കടം ഇന്നും ബാക്കിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ലാഘവത്തോടെ തട്ടിമാറ്റുന്ന പലതും പിന്നീട് ഒരു വലിയ നഷ്ടബോധമായി മാറുന്നു. വരാം എന്ന വാക്ക് സത്യത്തിൽ ഒരു ഉപേക്ഷയല്ലേ? ഈയടുത്തും വാട്സപ്പിൽ പൗർണമി കളിയായി ചോദിച്ചു. ഇനിയും അവളെ നിരാശപ്പെടുത്തുന്നത് ഒരുപക്ഷെ അമ്മയോട് ചെയ്ത അപരാധം പോലെയാവും. മാനേജരോട് ഇരന്നു വാങ്ങിയ 2 ദിനാവധിയുമായി ബസ് കയറുമ്പോൾ പൗർണമിയുടെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നു. തുറന്നു നോക്കിയപ്പോൾ സ്മൈലി ഇമോജിയിൽ അവൾ ചോദിക്കുന്നു, എപ്പോ എത്തും? പുഞ്ചിരിയോടെ മറുപടി ടൈപ്പ് ചെയ്തു, രാത്രി 10. ആർദ്രത തുളുമ്പുന്ന മറ്റൊരു ഇമോജി മാത്രം തന്ന് അവളുടെ അക്കൗണ്ട് ലാസ്റ്റ് സീൻ കാണിച്ചു. ബസ്സിൽ തിരക്കായിരുന്നു. ഓണം ആഘോഷിക്കാൻ പോകുന്ന നഗരത്തിലെ ജോലിക്കാർ, കുടുംബങ്ങൾ, എല്ലാ മുഖങ്ങളിലും ചിങ്ങനിലാവ്. പ്രിയപ്പെട്ടവരുടെ അരികിലെത്താൻ കൊതിക്കുന്നവരെ കാണുമ്പോൾ ഉള്ളിലൊരു ആത്മനിന്ദയുടെ തീനാളം തലനീട്ടി. അത് ഇടനെഞ്ചിനെ ആഴത്തിൽ പൊള്ളിച്ചു. കൂടെ ഇരുന്നിരുന്നത് പട്ടണത്തിൽ നിന്ന് പച്ചക്കറിയുമായി പോകുന്ന ഒരു ചെറുകിട കച്ചവടക്കാരനായിരുന്നു. മുഷിഞ്ഞ കുപ്പായവും കള്ളിമുണ്ടും വേഷം, ആകൃതിയിലുള്ള നരച്ച മീശ. അയാൾ അടുത്തിരുന്നപ്പോൾ നാടൻ ബീഡിയുടെ മണം പരന്നു. ബസ് നീങ്ങിത്തുടങ്ങിയപ്പോൾ അയാൾ വാതോരാതെ സംസാരിച്ചു. നാടിൻ്റെ മാറ്റത്തെക്കുറിച്ച്, മനുഷ്യരുടെ മാറ്റത്തെക്കുറിച്ച്. നോക്കൂ കുട്ടിയെ, ഇവിടെ ആർക്കും ആരെയും വിശ്വാസമില്ല, അയാൾ കനത്തിൽ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് മൂളുക മാത്രം ചെയ്തു. പിന്നെയും അയാൾ പലതും പറഞ്ഞു. ഓണത്തിന് ആവശ്യ സാധനങ്ങളുടെ വില കൂടിയത്, സിനിമാ പീഡനം, അങ്ങനെ എല്ലാത്തിലും അയാൾക്ക് സ്വന്തം നിലപാടുകളുണ്ടായിരുന്നു. സംസാരത്തിനൊടുക്കം അയാൾ കൂട്ടിച്ചേർത്തു, ഓല് നാട് കുട്ടിച്ചോറാക്കും. ബസ് ഒരു കയറ്റം കയറുകയാണ്. കാലപ്പഴക്കം കൊണ്ടാണെന്ന് തോന്നുന്നു, ആസ്മാരോഗിയെപ്പോലെ അത് കിതക്കുകയും ഇടയ്ക്ക് നിൽക്കുകയും ചെയ്തു. പുറത്തെ തെങ്ങിൻ തോപ്പുകളിൽ ഇരുട്ട് മടിച്ചെത്തുന്നു. മുണ്ടകവിളയുടെ കതിരു നിറഞ്ഞ പാടത്ത് മഞ്ഞിറങ്ങിത്തുടങ്ങി. കുട്ടിയെ, ഞാൻ പോണു. ഗ്രാമീണൻ ചാക്കുകെട്ടുമായി അപ്രത്യക്ഷനായി. മുന്നിലെ സീറ്റിൽ 2 ചെറുപ്പക്കാരും ഇടതുഭാഗത്തെ സീറ്റിൽ ഒരു യാചകനും ബാക്കിയായി. വെളുത്തുമെലിഞ്ഞ കണ്ടക്ടർ അന്നത്തെ കളക്ഷൻ തടിച്ചു വീർത്ത പാൻറിൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് തള്ളവിരലിൽ ഉമിനീര് തേച്ച് എണ്ണാൻ തുടങ്ങി. കാടുമൂടിക്കിടക്കുന്ന പഴഞ്ചൻ സ്റ്റോപ്പിൽ ഒരു കള്ളുകുടിയൻ ബോധമില്ലാതെ ചുരുണ്ടുകിടക്കുന്നു. ബസ്സിറങ്ങിയ സ്ഥലത്ത് ആൾപെരുമാറ്റമില്ല. ദൂരെ ഒരു തട്ടുകടയുടെ അരണ്ട വെളിച്ചം മാത്രം കണ്ടു. ഗൂഗിൾ തന്ന മാപ്പ് റൂട്ടിൽ നോക്കിയപ്പോൾ നടക്കാൻ ഇനിയും ദൂരമുണ്ട്. മൊബൈലിലെ ടോർച്ച് ഓണാക്കി. വെള്ളി വെളിച്ചത്തിൽ നടക്കുമ്പോൾ വീണ്ടും മെസ്സേജ് റിംഗ് ടോൺ. പൗർണമി. എവിടെയെത്തി? സ്റ്റോപ്പിലിറങ്ങി. അപ്പുറത്ത് ടൈപ്പിംഗ്. നേരെ നടന്നോളൂ. ആദ്യത്തെ വളവ് തിരിഞ്ഞാൽ ഒരു പലചരക്കുകട കാണാം. അതിനു തൊട്ടടുത്ത് ഒരു ടൈലറിംഗ് ഷോപ്പ്. അത് കഴിഞ്ഞ് ട്യൂട്ടോറിയൽ കോളേജ്. പിന്നെ ഇടതുവശത്തെ റോഡിലേക്ക് തിരിഞ്ഞാൽ 4ാമത്തെ. സ്മൈലി വീണ്ടും തെളിഞ്ഞു. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നടന്നു. ഞായറാഴ്ചയായതിനാൽ കടകളൊന്നും തുറന്നിട്ടില്ല. ബോർഡുകൾ മാത്രം വഴി പറഞ്ഞു തന്നു. ട്യൂട്ടോറിയൽ കോളേജ് കഴിഞ്ഞ് ഇടതുവശത്തെ റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ പിന്നിലൊരു കാൽപ്പെരുമാറ്റം. ഞെട്ടിത്തിരിഞ്ഞു. വെള്ളയും ധരിച്ച, മുഖത്ത് താടിയുള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ മുഖത്ത് സംശയത്തിൻ്റെ സർപ്പങ്ങൾ ഇഴയുന്നത് മൊബൈൽ വെളിച്ചത്തിൽ കാണാനാവുന്നു. എങ്ങോട്ടായി ഈ നേരത്ത്? അവൻ അടിമുടി നോക്കി മുരണ്ടു. അടുത്തേക്കാ, ഒരാളെ കാണാൻ. ആണോ പെണ്ണോ? അവൻ്റെ ചുണ്ടിൽ പരിഹാസം. മിണ്ടിയില്ല. ഈർഷ്യയാണ് തോന്നിയത്. എന്താടോ, നാവിറങ്ങിപ്പോയോ? അവൻ മാറിൽ പിടിച്ച് പിന്നോട്ട് തള്ളി. അപ്രതീക്ഷിതമായ നീക്കത്തിൽ പിന്നോട്ട് വേച്ചുപോയി. മൊബൈൽ വെളിച്ചം അണച്ച് കീശയിലിട്ടു. ഇപ്പോൾ ഇരുട്ട് ഞങ്ങളെ പൊതിഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ
നിവർന്നു നിന്നു. ഓഹോ, അങ്ങനെയാണല്ലേ. അയാൾ വിരലുകൾ ചുണ്ടിൽ തിരുകി വിസിലടിച്ചു. എവിടെ നിന്നൊക്കെയോ പല രൂപത്തിലുള്ള ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. കയ്യിൽ വടിവാൾ, കത്തി, കല്ല്. അന്താളിച്ചു നിൽക്കുമ്പോൾ ആദ്യത്തെയാൾ വിളിച്ചുകൂവി, ദേ അപരിചിതൻ. അവർ വേട്ടമൃഗത്തെ കണ്ട പോലെ ചാടി വീണു. ആദ്യത്തെ പ്രഹരം തലക്ക്, പിന്നെ അടിവയറ്റിൽ, പുറത്ത്. കീശയിലപ്പോൾ പൗർണമിയുടെ വാട്സപ്പ് സന്ദേശം നീലവെളിച്ചമായി തെളിഞ്ഞു. അതൊരു ഫോട്ടോ ആയിരുന്നു. ആരോ നെഞ്ചിന് തൊഴിച്ചപ്പോൾ ദൂരേക്ക് തെറിച്ചുപോയ മൊബൈലിൽ ആ ഫോട്ടോ കറങ്ങിക്കറങ്ങി ലോഡായി. കുട്ടിക്കാലത്തെ ഏതോ ഒരു ഓണക്കാലത്ത് താനും പെങ്ങൾ പൗർണമിയും അമ്മയുടെ മടിയിലിരുന്ന് തെക്കേപ്പറമ്പിലെ മൂവാണ്ടന്മാവിൽ ഊഞ്ഞാലാടുന്ന ഫോട്ടോ. അപരിചിതൻ ജാബിർ മലയിൽ എഴുതി അവതരിപ്പിച്ച കഥയോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.